2028 മുതൽ ടൂ വീലറുകൾ രജിസ്റ്റർ ചെയ്യാനാവില്ല, ഇലക്ട്രിക് മാത്രം. കടുത്ത നിർദ്ദേശവുമായി ഡൽഹിയുടെ പുതിയ വാഹന നയം. ഡൽഹിയിലെ വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി വിപ്ലവകരമായ മാറ്റങ്ങളുമായി ഡൽഹി സർക്കാർ പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന്റെ ഡ്രാഫ്റ്റ് പുറത്തിറക്കി. ഡൽഹി നഗരത്തെ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനത്തിലേക്ക് മാറ്റാനാണ് ഈ നയം ലക്ഷ്യമിടുന്നത്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഈ കരട് നയം പൊതുജനങ്ങളുടെയും വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾക്കായി 30 ദിവസത്തേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. പുതിയ നിർദ്ദേശമനുസരിച്ച് 2027 ജനുവരി 1 മുതൽ ഡൽഹിയിൽ പുതിയ 3 വീലറുകൾ ഇലക്ട്രിക് മോഡലുകൾ മാത്രമായിരിക്കും രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുക. 2028 ഏപ്രിൽ 1 മുതൽ ഈ നിയന്ത്രണം 2 വീലറുകൾക്ക് ബാധകമാകും. ഇതോടെ ഡൽഹിയിൽ പുതിയ ഡെലിവറി സർവീസുകൾക്കായി ഉപയോഗിക്കുന്ന 2 വീലറുകളും ഗുഡ്സ് വാഹനങ്ങളും 2026 ജനുവരി 1 മുതൽ ഇലക്ട്രിക് മാത്രമായിരിക്കണം. നിലവിലുള്ള BS6 പെട്രോൾ 2 വീലറുകൾക്ക് 2026 ഡിസംബർ വരെ മാത്രമേ ഇത്തരം സേവനങ്ങൾക്കായി അനുമതിയുണ്ടാകൂ. സ്കൂൾ ബസ്സുകൾ, സർക്കാർ വാഹനങ്ങൾക്കും പുതിയ നയത്തിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ ഘട്ടം ഘട്ടമായി ഇലക്ട്രിക് ആക്കും. സർക്കാർ വാഹനങ്ങൾക്കായി വാടകയ്ക്ക് എടുക്കുന്ന വാഹനങ്ങൾ ഇനി മുതൽ 100% ഇലക്ട്രിക് ആയിരിക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആകർഷകമായ സബ്സിഡികളും ടാക്സ് ഇളവുകളും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പഴയ വാഹനങ്ങൾ പൊളിക്കാൻ നൽകുന്നവർക്ക് 10,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സ്ക്രാപ്പേജ് ഇൻസെന്റീവ് ലഭിക്കും. കൂടാതെ റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ ഫീ എന്നിവയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൂർണ്ണ ഇളവ് നൽകാനും കരട് നയത്തിൽ നിർദ്ദേശമുണ്ട്.